Hi everyone, welcome to Delin's Kitchen. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ആലു കറിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കണിലും പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേഷൻസ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് 2 സവാള ഇട്ട് വഴറ്റുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റുക. ഇപ്പോൾ നമ്മുടെ സവാള വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാല 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ എന്നിവയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്, ചിലവർക്ക് നല്ല ഉപ്പുള്ള കറി ഇഷ്ടമെങ്കിൽ അതനുസരിച്ച് കൂട്ടിയിട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ 2 പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് കുറച്ച് നേരം വേവാനായിട്ട് അടച്ചു വെക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റാണ് അടച്ചു വെച്ചത്. കാരണം നമ്മളിത് തേങ്ങാപ്പാൽ യൂസ് ചെയ്ത് വെക്കുന്ന കറി ആയത് കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് നേരം വേവിക്കാനുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ആദ്യം ഒരു 10 മിനിറ്റ് മാത്രമേ ഇത് വേവിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇടുക. ഇനി കശുവണ്ടി കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കിയത് നമുക്കിനി ഇതിലേക്ക് ചേർക്കാം. അത് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒരു ബട്ടർ ടേസ്റ്റ് വരും ഈ ചിക്കൻ കറിയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒരു കപ്പാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടി ഒരു 5-10 മിനിറ്റ് ഒന്നുകൂടി നമ്മളത് അടച്ച് വെക്കണം എന്നില്ല. അടച്ച് വെക്കുന്നവർക്ക് വെക്കാം, ഇല്ലെങ്കിൽ വേണ്ട. കുറച്ച് നേരം അതൊന്ന് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ആലു കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.
ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പം, വെള്ളയപ്പം, പാലപ്പം ഇതിൻ്റെയൊക്കെ കൂടെ ആയിരിക്കും ഇത് കൂടുതൽ ടേസ്റ്റി കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. And thanks for watching Delin's Kitchen.